നെക്സ്റ്റ് ഹൈഡ്രജന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ട് ഒരു 2-3 പോയിന്റുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. മാഷ് ഇപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇതിൽ ഒരു 4 പോയിന്റ്സ് മാത്രം. അതിന്റെ ഭൗതിക ഗുണങ്ങൾ, ഹൈഡ്രജന്റെ ഭൗതിക ഗുണങ്ങൾ. ഒന്ന്, ഹൈഡ്രജൻ ഗ്യാസിന് കളറില്ല. കളറില്ലാത്ത, മണമില്ലാത്ത, നിറമില്ലാത്ത, മണമില്ലാത്ത, രുചിയില്ലാത്ത ഗ്യാസ് ആണ് ഹൈഡ്രജൻ. കളർലെസ്, ഓർഡർലെസ് ആൻഡ് ടേസ്റ്റ്ലെസ് ഗ്യാസ്. ഓക്കെ, ഇറ്റ് ഈസ് എ കളർലെസ്, ഓർഡർലെസ് ആൻഡ് ടേസ്റ്റ്ലെസ് ഗ്യാസ്. കളർലെസ്, നിറമില്ല. ഓർഡർ മണന്നാട്ടാ, ഓർഡർ എന്നല്ല, ഓർഡർലെസ് ആൻഡ് ടേസ്റ്റ്ലെസ്, രുചിയും ഇല്ല ഗ്യാസ്. ഓക്കെ, സോളിഡ് അല്ല, ലിക്വിഡ് അല്ല, ഗ്യാസ്. ഇനി ഇത് വെള്ളത്തിലാണെങ്കിൽ വെള്ളത്തിന്റെ സൊല്യൂബിലിറ്റി വളരെ കുറവാണ്. നമ്മൾ ഓർമ്മയില്ലേ, ബോഷ് പ്രോസസിന്റെ കേസിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഹൈഡ്രജന്റെയും മിക്സ്ചറാണ് നമുക്ക് അവസാനം കിട്ടുന്നത്. അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് വെള്ളത്തിൽ സൊല്യൂബിൾ ആകും, ഹൈഡ്രജൻ സൊല്യൂബിൾ അല്ലാത്തത് കൊണ്ട് അത് ബബിളായിട്ട് പുറത്തു വരുമ്പോൾ നമ്മൾ അതിനെ കളക്ട് ചെയ്യുന്നു. സോ യു നോ ദാറ്റ്. അപ്പൊ അവിടെ ഞങ്ങൾക്ക് പറഞ്ഞതാണ്, മനസ്സിലായതാണ്, ഇതിന്റെ വെള്ളത്തിലുള്ള സൊല്യൂബിലിറ്റി കുറവാണ്. ലെസ് സൊല്യൂബിൾ ഇൻ വാട്ടർ, ലെസ് സൊല്യൂബിൾ ഇൻ വാട്ടർ. ഓക്കെ, ലെസ് സൊല്യൂബിൾ ഇൻ വാട്ടർ. അടുത്തത്, ഇത് ഹൈലി ഇൻഫ്ലേമബിൾ ആണ്. വളരെ പെട്ടെന്ന് തീ പിടിക്കും, വളരെ പെട്ടെന്ന് ഫയർ ക്യാച്ച് ചെയ്യുന്ന സാധനമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഗ്യാസ് ആണ്. സോ അറിയുക, ഹൈലി ഇൻഫ്ലേമബിൾ, ഹൈലി ഇൻഫ്ലേമബിൾ. ഓക്കെ, അപ്പൊ ഓർമ്മിക്കുക, തീ പിടിക്കുന്നതാണെന്ന് മനസ്സിലായി. തീ പിടിക്കുന്നതാണെന്ന് മനസ്സിലായി. അതായത് ഒരു ഫ്യൂവലാണ്. തീ പിടിച്ചു, മനസ്സിലാവുന്നുണ്ടോ? ചൂടായിട്ട് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന ഏത് വസ്തുവിനെയും നമ്മൾ പറയുന്ന പേരാണ് ഫ്യൂവൽ. സോ ഹൈഡ്രജൻ വളരെ പെട്ടെന്ന് തീ പിടിക്കുന്നു. എന്താ പറയാ, ഒരുപാട് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. 1 കിലോഗ്രാം ഹൈഡ്രജൻ കത്തുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് വേറൊരു വസ്തു കത്തുന്ന സമയത്തും ലിബറേറ്റ് ചെയ്യപ്പെടുന്നില്ല. സോ അത്രത്തോളം ഹീറ്റ് എനർജി നമുക്ക് തരുന്ന വസ്തുവാണിത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്യൂവലാണ്. ഒരു വസ്തു 1 കിലോഗ്രാം ഫ്യൂവൽ കത്തുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് എനർജിയുടെ അളവിനെ പറഞ്ഞ പേരാണ് അതിന്റെ കലോറിഫിക് വാല്യൂ. അങ്ങനെ നോക്കുമ്പോൾ ഹൈഡ്രജൻ നല്ലൊരു ഫ്യൂവലാണ്, ഹൈ കലോറിഫിക് വാല്യൂ ഉള്ള ഒരു ഫ്യൂവലാണ്. ഓക്കെ, അപ്പൊ ഇറ്റ് ഈസ് എ ഗുഡ് ഫ്യൂവൽ വിത്ത് എ ഹൈ കലോറിഫിക് വാല്യൂ. ഓക്കെ, ഗുഡ് ഫ്യൂവൽ വിത്ത് ഹൈ എന്ന് പറഞ്ഞാൽ ഹൈയസ്റ്റ് തന്നെ പറയണം, ഹൈ കലോറിഫിക് വാല്യൂ. ഓക്കെ, കലോറിഫിക് വാല്യൂ. ഓക്കെ, പക്ഷെ പ്രശ്നം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ പെട്ടെന്ന് തീ പിടിക്കുന്നത് കൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പ്രയാസമാണ്. പക്ഷെ നല്ലൊരു ഫ്യൂവൽ ആയതുകൊണ്ട് തന്നെ ഒഴിവാക്കാനും പറ്റൂല. അപ്പോ എന്താ പറയുക, അതിൻ്റെ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ഉള്ളത് കാരണം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പർപ്പസുകൾക്ക് മാത്രമേ അത് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനെ എക്സസീവായിട്ട് അതിനെ എന്താ പറയുക, അതിനെ ഉപയോഗപ്പെടുത്താനുള്ള റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനെ ഹൈഡ്രജൻ എക്കോണമി എന്നുള്ള പേരിൽ ഈ പാഠത്തിന്റെ അവസാനം പറയും. ഓക്കെ, കുഞ്ഞോളെ നോക്കുക. നെക്സ്റ്റ്, അടുത്തത് കെമിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈഡ്രജന്റെ പ്രധാനപ്പെട്ട കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷനാണ്. ഒരുപാട് കെമിക്കൽ റിയാക്ഷനിൽ പുള്ളിക്കാരൻ പങ്കെടുക്കുന്നുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ നമുക്ക് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസ് മാത്രമേ പറയാനുള്ളൂ. അവിടെ നിങ്ങൾ ആദ്യം തന്നെ അറിയേണ്ടത്, ഹൈഡ്രജൻ ആറ്റത്തിന്റെ പ്രോപ്പർട്ടീസ് അല്ല നമ്മൾ പറയുന്നത്, ഹൈഡ്രജൻ ഡൈഹൈഡ്രജൻ മോളിക്യൂളിൻ്റെതാണ്. സാധാരണ രീതിയിൽ H2 ഗ്യാസ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കില്ല. ആരാണ് സാധാരണ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാത്തത്? ഓൾറെഡി സ്റ്റെബിലിറ്റി ഉള്ളവരാണ്.
ഇനേർട്ട് ഗ്യാസുകൾ, നോബൽ ഗ്യാസുകൾ എന്തുകൊണ്ട് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല? അവർക്ക് ഓൾറെഡി സ്റ്റെബിലിറ്റി ഉണ്ട്. ഏകദേശം അതേപോലെ സാധാരണ രീതിയിൽ ഹൈഡ്രജനെ വിളിച്ചാലൊന്നും കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാൻ പുള്ളിക്കാരൻ വരൂല. എന്താണെന്നറിയാവോ? അയാൾ ഓൾറെഡി 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത് സ്റ്റെബിലിറ്റി കിട്ടിയ മോളിക്യൂളാണ്. അപ്പൊ ചങ്ങായിനെ വിളിച്ചു, ഹൈഡ്രജനെ വാ നമുക്ക് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ട് ആരെയും വിളിച്ചാൽ ചങ്ങായി പോവില്ല. ഓക്കെ, ഇനി ഈ H2 എന്ന് പറഞ്ഞ സാധനം കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കണമെങ്കിൽ ഇതെങ്ങനെയാ ഉണ്ടായത്? 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ കോവാലന്റ് ബോണ്ടിങ്ങിൽ പങ്കെടുത്തിട്ടല്ലേ? അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷനിൽ ഇവര് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്ന് അറിയാവിടെ കുഞ്ഞുമക്കളെ? ഈ ബോണ്ടിനെ ആദ്യം ബ്രേക്ക് ചെയ്യണം, എന്നിട്ട് അവരെ ഒറ്റക്കാക്കി മാറ്റണം. അപ്പോൾ അവർ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും. സാധാരണ രീതിയിൽ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ ഒന്നുകൂടി കേൾക്കുക, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാതെ പറ്റൂലാതെ. പക്ഷെ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ പ്രയാസമാണ്. കാരണം ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള എനർജിയുടെ പേരെന്താ? എനർജി അങ്ങോട്ട് സപ്ലൈ ചെയ്യണ്ടേ? ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഒരുപാട് കൂടുതലാണ്. ഹൈഡ്രജന്റെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഒരുപാട് കൂടുതലാണ്, പൊട്ടിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ നോർമൽ കണ്ടീഷനുകളിൽ ഹൈഡ്രജൻ H2 ഗ്യാസ് ഇനേർട്ടാണ്, കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാത്ത ആളാണ്. പക്ഷെ സൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ അയാൾ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും. അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായാൽ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും. അങ്ങനെ അയാൾ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമ്മൾ പറയാനുള്ളത്. ഏകദേശം 5ഓളം കെമിക്കൽ റിയാക്ഷൻസ് ആണ് പൊന്നുമക്കളെ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഒന്നാമത്തത് റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. ഓക്കെ, മാഷ് പറഞ്ഞ റിയാക്ഷൻസ് നന്നായിട്ട് പഠിക്കുക. റിയാക്ഷൻസ് വിത്ത് മെറ്റൽസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ഈ പുള്ളിക്കാരൻ നമ്മുടെ H2 എന്ന് പറയുന്നത് നോൺ മെറ്റലാണ്, ടിപ്പിക്കലായിട്ടുള്ള നോൺ മെറ്റലാണ് മിസ്റ്റർ ഹൈഡ്രജൻ. അപ്പൊ തീർച്ചയായിട്ടും അയാൾക്ക് മെറ്റലുമായിട്ട് അഫിനിറ്റി ഉണ്ടാകുമല്ലോ. അപ്പൊ ഇയാള് മെറ്റലുമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റൽ എന്ന് പേരിൽ തന്നെ ഉൾക്കൊള്ളുന്ന ആൾക്കാരാണ് ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും. ആൽക്കലി മെറ്റൽസുമായിട്ടും ആൽക്കലൈൻ എർത്ത് മെറ്റൽസുമായിട്ടും ഇയാൾ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് മെറ്റലുമായിട്ട് ഇയാൾ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. അതിന് പറഞ്ഞ പേരാണ് അയോണിക് ഹൈഡ്രൈഡ്സ്. ഓക്കെ, ഹൈഡ്രജൻ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടാകുന്ന ഏത് സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം പോലുള്ള എസ് ബ്ലോക്ക് എലമെന്റ്സുമായിട്ട് ലിഥിയം ഇതൊക്കെ വരും കേട്ടോ. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം പോലുള്ള എസ് ബ്ലോക്ക് എലമെന്റ്സുമായിട്ട് ഇയാൾ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നു. എന്നിട്ടുണ്ടാകുന്ന ആ കോമ്പൗണ്ടുകളുടെ പേരാണ് അയോണിക് ഹൈഡ്രൈഡ്സ്. ഹൈഡ്രജനുമായിട്ടുള്ള മെറ്റലിന്റെ കോമ്പൗണ്ടുകളാണ് ഈ പറയപ്പെട്ട ഹൈഡ്രൈഡ്സ്. എല്ലാവരും അയോണിക് ഹൈഡ്രൈഡ്സ് നോൺ മെറ്റലുമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, അതിനും ഹൈഡ്രൈഡ് എന്ന് പറയും. ഇവിടെ മെറ്റലുമായിട്ടുണ്ടാക്കുന്ന ഹൈഡ്രജന്റെ കോമ്പൗണ്ടുകളാണ് അയോണിക് ഹൈഡ്രൈഡ്സ്. കാരണം അങ്ങനെ പറയാനുള്ള കാരണം അവിടെ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളിൽ മെറ്റലുമായിട്ട് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്താൽ ഉണ്ടാകുന്ന അയോണിക് ഹൈഡ്രൈഡുകൾ എന്ന് പറയുന്ന കോമ്പൗണ്ടിലുള്ള ബോണ്ട് അയോണിക് ബോണ്ടാണ്. ഞാൻ അതിന് എക്സാമ്പിൾ പറയാം. അതിൽ ഈ കോമ്പൗണ്ടുകളുടെ ഒരു പ്രത്യേകതയും പറയാം. ഒരു എക്സാമ്പിൾ, എസ് ബ്ലോക്ക് എലമെന്റിലെ ആൽക്കലി മെറ്റലുമായിട്ടുള്ള സോഡിയമായിട്ട് ഹൈഡ്രജൻ ഡൈഹൈഡ്രജൻ റിയാക്ട് ചെയ്താൽ ഉണ്ടാകുന്ന കോമ്പൗണ്ടാണ് സോഡിയം ഹൈഡ്രൈഡ്, NaH. സോഡിയം ഹൈഡ്രൈഡ് ഇതേപോലെ ലിഥിയവുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന കോമ്പൗണ്ടാണ് ലിഥിയം ഹൈഡ്രൈഡ്. കാൽഷ്യവുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, CaH2 റിയാക്ട് ചെയ്താൽ ഉണ്ടാവുന്നതാണ് കാൽഷ്യം ഹൈഡ്രൈഡ്. പൊട്ടാസ്യം ഹൈഡ്രൈഡ്, ഇതെല്ലാം അയോണിക് ഹൈഡ്രൈഡ് ആണ്. ഇതിലുള്ള ബോണ്ട് അയോണിക് ബോണ്ടാണ്. ഇത് Na+H- എന്നുള്ള അയോണുകളാണ് ഇതിലുള്ളത്. Li+H+ എന്നുള്ള അയോണുകളാണ് ഇതിലുള്ളത്. Ca2+, 2H+ അയോണുകളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതിലുള്ള ബോണ്ട് ഏതാണ്? അയോണിക് ബോണ്ടാണ്. സോ അതുകൊണ്ട് അതിന് അയോണിക് ഹൈഡ്രൈഡ് എന്ന് പറയുന്നു. ഇതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിനെല്ലാം
ഇതെല്ലാം ഈ അയോണിക് ഹൈഡ്രൈഡുകൾക്ക് സാൾട്ടുകളുടെ പ്രോപ്പർട്ടിയാണ്. സാൾട്ട് ഏതുപോലെ സോഡിയം ക്ലോറൈഡ് പോലെ തന്നെയാണ് സോഡിയം ഹൈഡ്രൈഡ്. സോഡിയം ക്ലോറൈഡ് വെള്ളത്തിൽ സൊല്യൂബിൾ അല്ലേ? അതേപോലെ സോഡിയം ഹൈഡ്രൈഡ് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യും. സോഡിയം ക്ലോറൈഡിലുള്ള പോലെ തന്നെയാണ് ഇവിടുത്തെ ബോണ്ടിങ്ങും അയോണിക് ബോണ്ടാണ്. അതുപോലെ അതായത് സാൾട്ടുകളെ പോലെയുള്ള ഹൈഡ്രൈഡുകളാണ്. ആൽക്കലി മെറ്റൽസ് ഹാലജനുകളായ നോൺ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്താൽ ഉണ്ടാകുന്ന സാൾട്ടുകളെ പോലെ തന്നെയാണ് ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന അയോണിക് ഹൈഡ്രൈഡുകളും അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് ഈ അയോണിക് ഹൈഡ്രൈഡുകളെ പറഞ്ഞ വേറൊരു പേരാണ് സാൾട്ട് ലൈക്ക് ഹൈഡ്രൈഡ്സ്. സാൾട്ട് ലൈക്ക് ഹൈഡ്രൈഡ്സ് ഓർ സലൈൻ ഹൈഡ്രൈഡ്സ്. സലൈൻ ഹൈഡ്രൈഡ്സ്, സാൾട്ട് ലൈക്ക് ഹൈഡ്രൈഡ്സ് ഓർ സലൈൻ ഹൈഡ്രൈഡ്സ്. ഓക്കെ, ഒരു പ്രോപ്പർട്ടി കൂടി കുഞ്ഞുമക്കളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഇതിന്റെ ഒരു പ്രത്യേകത കൂടി പറയട്ടെ. എന്താണെന്നറിയാവോ? സാധാരണ ഹൈഡ്രജന്റെ എല്ലാ കോമ്പൗണ്ടുകളും, ഫോർ എക്സാമ്പിൾ H2O, NH3, ഇതൊക്കെ ഹൈഡ്രജന്റെ കോമ്പൗണ്ടുകളല്ലേ? ഇതിലെല്ലാം ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. പക്ഷേ അയോണിക് ഹൈഡ്രൈഡുകളിൽ ഹൈഡ്രജന്റെ ഇത് H- ആണ്. H- ആണ്. ഞാൻ പറയുന്ന മിസ്റ്റേക്ക് ആണ്. ഇത് H-. ഓക്കെ, അപ്പോ സാധാരണ മിക്കവാറും ഹൈഡ്രജന്റെ എല്ലാ കോമ്പൗണ്ടുകളിലും ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. പക്ഷേ സാൾട്ട് ലൈക്ക് ഓർ സലൈൻ ഹൈഡ്രൈഡുകളിൽ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. മറന്നുകൂടാ. ഹൈഡ്രജന്റെ മെറ്റലുമായിട്ടുള്ള ഹൈഡ്രൈഡുകളിൽ ഹൈഡ്രജന്റെ കോമ്പൗണ്ടുകളാണ് ഹൈഡ്രൈഡ്സ്. അതിലെ മെറ്റലുമായിട്ടുള്ള ഹൈഡ്രൈഡുകളിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. ഓക്കെ, അപ്പോ പറഞ്ഞു വന്നത് എങ്ങനെയാണ് മെറ്റൽസുമായിട്ട് നമ്മുടെ പുള്ളിക്കാരൻ ഹൈഡ്രജൻ റിയാക്ട് ചെയ്യുന്നത്. ബ്ലോക്ക് എലമെന്റുകളുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടാകുന്ന കോമ്പൗണ്ടുകളാണ് അയോണിക് ഹൈഡ്രൈഡ്സ്. അത് സാൾട്ടുകളെ പോലെ ആയതുകൊണ്ട് സാൾട്ട് ലൈക്ക് ഹൈഡ്രൈഡ്സ് ഓർ സലൈൻ ഹൈഡ്രൈഡ്സ് എന്ന് പറയുന്നു. ഈ പറയപ്പെട്ട കോമ്പൗണ്ടുകളിൽ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. ഇത് പേര് പഠിക്കണേ. സോഡിയം ഹൈഡ്രൈഡ്, ലിഥിയം ഹൈഡ്രൈഡ്, കാൽഷ്യം ഹൈഡ്രൈഡ്, ഇതിലെല്ലാം ഉള്ള ബോണ്ട് അയോണിക് ബോണ്ടാണ്. ഓക്കെ, സോ അത്രയാണ് നമുക്ക് മെറ്റൽസുമായിട്ടുള്ള റിയാക്ഷൻ പഠിക്കാനുള്ളത്. അടുത്തത് കുഞ്ഞുമക്കളെ ശ്രദ്ധിക്കണേ, മാഷ് ശ്രദ്ധിക്കണേ. അടുത്തത് രണ്ടാമത്തത് റിയാക്ഷൻ വിത്ത് നോൺ മെറ്റൽസ്. അപ്പൊ അവിടെ ഒരു സംശയം സ്വാഭാവികമായിട്ട് വരും. എന്തിനറിയാവോ? ഹൈഡ്രജൻ ഓൾറെഡി നോൺ മെറ്റൽ അല്ലേ? നോൺ മെറ്റൽ ആയിട്ടുള്ള ഹൈഡ്രജൻ നോൺ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമോ? അതാണ് ഹൈഡ്രജന്റെ പ്രത്യേകത. സാധാരണ നോൺ മെറ്റൽസ് പോലുള്ള ഹൈഡ്രജൻ അല്ല സാധാരണ നോൺ മെറ്റൽ പോലെയല്ല നമ്മുടെ ഹൈഡ്രജൻ. ചങ്ങായിക്ക് മെറ്റലുമായിട്ടും റിയാക്ട് ചെയ്യാൻ പറ്റും, നോൺ മെറ്റലുമായിട്ടും റിയാക്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടും യുണീക്ക് പ്രോപ്പർട്ടീസ്, തനതായ പ്രോപ്പർട്ടീസ് ഉള്ള ഒരാളാണ് മിസ്റ്റർ ഹൈഡ്രജൻ. എനിവേ, ഏതായാലും ഇയാളുടെ സ്വഭാവമുള്ള ആൾക്കാരുമായിട്ട് തന്നെ റിയാക്ട് ചെയ്യണമെങ്കിൽ ഹൈ ടെമ്പറേച്ചർ വേണം. ആൻഡ് ദാറ്റ് റിയാക്ഷൻ ഓൾസോ ടേക്സ് പ്ലേസ് ഇൻ ദി പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. അപ്പോൾ അനുയോജ്യമായിട്ടുള്ള ടെമ്പറേച്ചറിൽ അനുയോജ്യമായ കാറ്റലിസ്റ്റുകളുടെ പ്രസൻസിൽ മിസ്റ്റർ ഹൈഡ്രജൻ നോൺ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളെ പറഞ്ഞ പേരാണ് കോവാലന്റ് ഹൈഡ്രൈഡ്സ്. കാരണം അവിടെ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളിൽ ഉണ്ടാകുന്ന ആ കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നത് കോവാലന്റ് ബോണ്ട് ഫോർമേഷൻ വഴിയാണ്. ഞാൻ സാന്ദർഭികമായിട്ട് പറയട്ടെ, ഈ മെറ്റൽസിൽ ബെറിലിയം ആൻഡ് മെഗ്നീഷ്യം, ഈ രണ്ടെണ്ണം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സാൾട്ട് ലൈക്ക് ഹൈഡ്രൈഡ് ഉണ്ടാകുന്നത് അറിയില്ലേ? അതിൽ ബെറിലിയവും മെഗ്നീഷ്യവും ഉണ്ടാക്കുന്നത് അയോണിക് ഹൈഡ്രൈഡ് അല്ല കേട്ടോ. ഈ ബെറിലിയവും മെഗ്നീഷ്യവും ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്താൽ ഉണ്ടാകുന്നത് കോവാലന്റ് ഹൈഡ്രൈഡാണ്. ഈ പറയപ്പെടും, ഞാൻ പറഞ്ഞു കോവാലന്റ് ഹൈഡ്രൈഡാണ്. അപ്പൊ ബെറിലിയവും മെഗ്നീഷ്യവും അല്ലാത്ത മെറ്റൽസിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ബ്ലോക്ക് എലമെന്റ്സിന്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. എനിവേ, റിയാക്ഷൻ വിത്ത് നോൺ മെറ്റൽസ്, ഹൈഡ്രജൻ എല്ലാ നോൺ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താൽ ഉണ്ടാകുന്നത് കോവാലന്റ് ഹൈഡ്രൈഡ് ആണ്. കൂടാതെ ബെറിലിയം മെഗ്നീഷ്യം അത് പോലുള്ള ഈ ബെറിലിയം മെഗ്നീഷ്യം
ബെറിലിയം മെഗ്നീഷ്യവും മെറ്റൽസ് ആണ്. ഈ പറയപ്പെട്ട രണ്ട് മെറ്റൽസുമായിട്ടും റിയാക്ട് ചെയ്താൽ ഉണ്ടാവുന്നത് കോവാലന്റ് ഹൈഡ്രൈഡ് ആണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ദി നേച്ചർ ഓഫ് ബോണ്ട് ഇൻ ദാറ്റ് കോമ്പൗണ്ട്സ് ഈസ് കോവാലന്റ്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ പറഞ്ഞാലോ മക്കളെ. സൾഫർ ഇസ് എ നോൺ മെറ്റൽ. ആ സൾഫറുമായിട്ട് ഹൈഡ്രജൻ ഏകദേശം 700 കെൽവിൻ ടെമ്പറേച്ചർ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഹൈഡ്രജൻ സൾഫൈഡ്. സൾഫറിന്റെ ഹൈഡ്രൈഡ് ആണ് ഹൈഡ്രജൻ സൾഫൈഡ്. സൾഫർ നോൺ മെറ്റൽ ആണ്. സൾഫറിന്റെ ഹൈഡ്രജനുമായിട്ടുള്ള കോമ്പൗണ്ട് ഹൈഡ്രൈഡ് ആണ് ഹൈഡ്രജൻ സൾഫൈഡ്. ഓക്കെ, നെക്സ്റ്റ് ഇതേ സൾഫറിന്റെ ഗ്രൂപ്പിലുള്ള ആളാണ് ഓക്സിജൻ. ഓക്സിജനുമായിട്ട് മിസ്റ്റർ ഹൈഡ്രജൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് 900 കെൽവിൻ എന്ത് കിട്ടുമെന്ന് അറിയാവോ? ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്താൽ ഉണ്ടാവുന്ന ഓക്സിജന്റെ ഹൈഡ്രൈഡ് ആണ് വാട്ടർ. സൾഫറിന്റെ ഹൈഡ്രൈഡ് ആണ് ഹൈഡ്രജൻ സൾഫൈഡ്. ഓക്സിജന്റെ ഹൈഡ്രൈഡ് ആണ് വാട്ടർ. ഇനി ഇതേപോലെ വേറൊരു നോൺ മെറ്റൽ നമുക്ക് നോക്കാം. വേറൊരു നോൺ മെറ്റൽ നൈട്രജൻ. ഇതാ നൈട്രജനുമായിട്ട് ഹൈഡ്രജൻ റിയാക്ട് ചെയ്യുന്നു at 673 Kelvin in the presence of a iron catalyst to form 2NH3. നൈട്രജന്റെ ഹൈഡ്രൈഡ് ഫോം ചെയ്യുന്നു and that is called ammonia. നൈട്രജന്റെ ഹൈഡ്രൈഡ് ആണ് അമോണിയ. അതേ നൈട്രജന്റെ ഗ്രൂപ്പിലുള്ള ആളാണല്ലോ ഫോസ്ഫറസ്. ഫോസ്ഫറസുമായിട്ട് ഹൈഡ്രജൻ റിയാക്ട് ചെയ്തു 3H2 പ്ലസ് 2P. ഫോസ്ഫറസുമായിട്ട് ഹൈഡ്രജൻ റിയാക്ട് ചെയ്താൽ ഉണ്ടാവുന്നതാണ് ഫോസ്ഫറസിന്റെ ഹൈഡ്രൈഡ്. ഫോസ്ഫൈൻ. ഇതെല്ലാം നോൺ മെറ്റാലിക് ഹൈഡ്രൈഡുകളാണ്. നോൺ മെറ്റൽസുമായിട്ട് ഹൈഡ്രജൻ ഉണ്ടാക്കിയ കോമ്പൗണ്ടുകളാണ്. ഇതിലെല്ലാം ഉള്ള ബോണ്ട് കോവാലന്റ് ബോണ്ടാണ്. ഓക്കെ, ഇതിന്റെ പേരെന്താ? ഹൈഡ്രജൻ സൾഫൈഡ്, വാട്ടർ, അമോണിയ, ഫോസ്ഫൈൻ. സൾഫറിന്റെ ഹൈഡ്രൈഡ് ആണ് ഹൈഡ്രജൻ സൾഫൈഡ്. ഓക്സിജന്റെ ഹൈഡ്രൈഡ് ആണ് വാട്ടർ. നൈട്രജന്റെ ഹൈഡ്രൈഡ് ആണ് അമോണിയ. ഫോസ്ഫറസിന്റെ ഹൈഡ്രൈഡ് ആണ് ഫോസ്ഫൈൻ. മനസ്സിലായല്ലോ? അപ്പോ മെറ്റൽസുമായിട്ടുള്ള റിയാക്ഷനും പറഞ്ഞു, നോൺ മെറ്റൽസുമായിട്ടുള്ള റിയാക്ഷനും പറഞ്ഞു. കുഞ്ഞുമക്കൾ, അടുത്തത് റിയാക്ഷൻ വിത്ത് മെറ്റാലിക് ഓക്സൈഡ്സ്. Reaction with metallic oxides. എന്താ സംഭവിക്കുക നോക്കാം. മെറ്റാലിക് ഓക്സൈഡുകൾക്ക് എക്സാമ്പിൾ ആണ് സിങ്ക് ഓക്സൈഡ്. ഈ സിങ്ക് ഓക്സൈഡുമായിട്ടെങ്ങാനും ഹൈഡ്രജൻ റിയാക്ട് ചെയ്താൽ ഉണ്ടല്ലോ കുഞ്ഞുമക്കളെ, ചൂടാക്കണം. സിങ്ക് ഓക്സൈഡുമായിട്ട് ഹൈഡ്രജൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിങ്ക് ഓക്സൈഡിലുള്ള ഓക്സിജൻ ഹൈഡ്രജന്റെ കൂടെ ഇറങ്ങിപ്പോകും. സിങ്ക് ഓക്സൈഡിലെ ഓക്സിജൻ സിങ്കിനെ ഉപേക്ഷിച്ചിട്ട് ഹൈഡ്രജന്റെ കൂടെ പോകുന്നു. സിങ്ക് ഓക്സൈഡ് സിങ്കായി മാറുന്നു. എന്താ സംഭവിച്ചത്? ഓക്സിജനെ റിമൂവ് ചെയ്തു. ഒരു കോമ്പൗണ്ടിൽ നിന്നും ഓക്സിജനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് റിഡക്ഷൻ. അത് ചെയ്തത് ആരാണോ അയാളുടെ പേരാണ് റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ എന്ത് മനസ്സിലായി? മെറ്റാലിക് ഓക്സൈഡുകളെ ഹൈഡ്രജൻ റെഡ്യൂസ് ചെയ്യുന്നു. എന്തായിട്ട് റെഡ്യൂസ് ചെയ്യുന്നു? മെറ്റലായിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. മെറ്റാലിക് ഓക്സൈഡുകളിൽ നിന്നും ഓക്സിജന് എന്താ പറയാ, സൂത്രത്തിൽ പിടിച്ചു വാങ്ങുന്നു, എന്നിട്ട് അതിനെ മെറ്റലാക്കി മാറ്റുന്നു. ഓക്കെ, നല്ലൊരു റെഡ്യൂസിങ് ഏജന്റ് ആണ് ഹൈഡ്രജൻ എന്ന് മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ലാബോറട്ടറിയിൽ അയാൾ ഒരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. ഇനി കുപ്രിക് ഓക്സൈഡ് CuOയിൽ നിന്ന് നിങ്ങൾക്ക് കോപ്പറിന് സെപ്പറേറ്റ് ആയിട്ട് വേണം. ഒരു പ്രയാസമില്ല, വിളിക്ക് ഹൈഡ്രജനെ. ചങ്ങായി വന്നിട്ട് അയാൾ ഹൈഡ്രജനുമായിട്ട് കുപ്രിക് ഓക്സൈഡിനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ വാ ഓക്സിജൻ എന്ന് വിളിക്കേണ്ട താമസം. ഓക്സിജൻ അവിടെ നിന്ന് ഇറങ്ങി വരും, കുപ്രിക് ഓക്സൈഡ് കോപ്പറായിട്ട് മാറും. മനസ്സിലായല്ലോ? സോ ഇതിൽ നിന്ന് മനസ്സിലാവേണ്ടത് മെറ്റാലിക് ഓക്സൈഡുകൾ ഹൈഡ്രജനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ മെറ്റാലിക് ഓക്സൈഡുകൾ കറസ്പോണ്ടിങ് മെറ്റലായിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതായത് അതിൽ നിന്ന് ഓക്സിജൻ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. ക്ലിയർ ആണല്ലോ? അടുത്ത നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് ഹൈഡ്രജന്റെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനിൽ റിയാക്ഷൻ വിത്ത് കാർബൺ മോണോക്സൈഡ് ഓർ വാട്ടർ ഗ്യാസ്.
റിയാക്ഷൻ വിത്ത് കാർബൺ മോണോക്സൈഡ് ഓർ വാട്ടർ ഗ്യാസ്. കാർബൺ മോണോക്സൈഡുമായിട്ട് ഹൈഡ്രജൻ റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ ഇതുമ്പോൾ 2 ഹൈഡ്രജൻ വേണം, H2 + H2. കാർബൺ മോണോക്സൈഡുമായിട്ട് ഹൈഡ്രജൻ റിയാക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇതെന്താണ്, ഇത് വാട്ടർ ഗ്യാസ് ആണ്, CO + H2. വാട്ടർ ഗ്യാസുമായിട്ട് ഹൈഡ്രജൻ റിയാക്ട് ചെയ്യുന്നു. എന്നിട്ട് എത്ര അറിയാവോ, 573 കെൽവിൻ ടെമ്പറേച്ചറിൽ ഇൻ ദി പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്. മാഷിൽ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻ ദി പ്രസൻസ് ഓഫ് എ കാറ്റലിറ്റിക് മിക്സ്ചർ കൺസിസ്റ്റിംഗ് ഓഫ് കുപ്രിക് ഓക്സൈഡ്, സിങ്ക് ഓക്സൈഡ് ആൻഡ് Cr2O3 ക്രോമിയം ട്രയോക്സൈഡ്. എന്തുണ്ടാവുന്ന അറിയോ കുഞ്ഞുമക്കളെ, ഇത് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് മെത്തനോള്. മെത്തനോൾ ഇൻഡസ്ട്രിയൽ ആയിട്ട് ഉണ്ടാക്കാനുള്ള മെത്തേഡാണ്. അത് അടുത്ത വർഷം നമ്മൾ പഠിക്കുന്നുണ്ട് റിയാക്ഷൻ. ഏതായാലും കാർബൺ മോണോക്സൈഡുമായിട്ട് അല്ലെങ്കിൽ വാട്ടർ ഗ്യാസുമായിട്ട് ഹൈഡ്രജൻ 573 കെൽവിൻ ടെമ്പറേച്ചറിലും ആ പറയപ്പെട്ട കാറ്റലിറ്റിക് മിക്സ്ചർ സിങ്ക് ഓക്സൈഡ്, കുപ്രിക് ഓക്സൈഡ്, ക്രോമിയം ട്രയോക്സൈഡ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെത്തനോൾ കിട്ടും. നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്താണ്, ഒരുപാട് കോമ്പൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വാട്ടർ ഗ്യാസ് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് അതിനെ സിൻഗ്യാസ് ഓർ സിന്തസിസ് ഗ്യാസ് എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു റിയാക്ഷൻ കൂടി നമുക്ക് പഠിക്കേണ്ട, അവസാനത്തെ റിയാക്ഷൻ, 5ാമത്തെ റിയാക്ഷൻ. എന്തെന്നറിയാവോ? ആ റിയാക്ഷന്റെ പേരാണ് ഹൈഡ്രോജിനേഷൻ. എന്താ ഇപ്പൊ സംഗതി പറയട്ടെ. ഇത് സാധാരണ ഹൈഡ്രോജിനേഷൻ കെമിസ്ട്രിയിൽ പല സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മളിപ്പോ സാധാരണ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. എന്തെന്ന് പറഞ്ഞാൽ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് കേട്ടിട്ടുണ്ട് മക്കൾ. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ട്രിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടുകളാണ്. ഓക്കെ, മൾട്ടിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടുകൾ ഹൈഡ്രോ കാർബണുകൾ. ഒരു എക്സാമ്പിൾ ആണ് CH2 ഡബിൾ ബോണ്ട് CH2. എന്താ കുഞ്ഞോളെ ഇതിന് പറയുന്നത്? ഈഥീൻ അല്ലെ, എന്നാണ് ഈഥീൻ. ഓക്കെ, CH2 ഡബിൾ ബോണ്ട് CH2, 2 കാർബൺ ആറ്റങ്ങൾ ഡബിൾ ബോണ്ടിനാൽ ബന്ധിതമാണ് ഇവിടെ അല്ലെ. ഇങ്ങനെയാണ് ഈ കോമ്പൗണ്ട്, ഇങ്ങനെയാണ്. കുഞ്ഞുമക്കൾക്ക് ഇത് പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. CH2 ഇതാണ് കോമ്പൗണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു അറിയാവോ? ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. ഹൈഡ്രജൻ ഇതാ ഹൈഡ്രജൻ H. ഓക്കെ, അപ്പൊ എന്താവും അറിയാവോ കുഞ്ഞുമക്കളെ? നേരെ നോക്കണം. ഒരു കാർബണ് ഒരേ സമയത്ത് 4 ബോണ്ടേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാർബണിന്റെ വാലൻസ് 4 ആണ്. ആ 4 ബോണ്ട് ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. 1 2 3 4. അവിടെയൊക്കെ H2 വന്നു. ഈ ഈഥീൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിന്റെ അടുത്തേക്ക് ഹൈഡ്രജന്റെ 2 ആറ്റങ്ങൾ കൈപിടിച്ച് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കൂടെ ചേർക്കോ? കാർബണോട് ചോദിക്കാം. ഈ കാർബണോട് ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം ഇയാളോട് പറയാണ്, നമ്മൾ എങ്ങനെ ചേർക്കും? നമുക്ക് ഒരേ സമയം 4 കൈകളല്ലേ, എന്താ പറയാ, 4 പേർക്കല്ലേ കൈ കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു ഹൈഡ്രജന് കൈ കൊടുത്തു, ഇവര് പരസ്പരം 2 കൈ കൊടുത്തു. അപ്പോഴാണ് പുറത്ത് വന്നിട്ട് H2 ചോദിക്കുന്നത്, ഞങ്ങളെ കൂടി കൂട്ടുവോ? അപ്പൊ ഈ കാർബൺ മനസ്സറിഞ്ഞ് അപ്പൊ ഇയാൾ മറ്റേ കാർബണോട് പറയാണ്, നമ്മളെന്തിനാ 2 കൈ പിടിക്കുന്നത്? നമുക്ക് ഒറ്റ കൈ പിടിച്ചാൽ പോരെ. അങ്ങനെ അവർ ഒരു കൈ ഫ്രീ ആക്കി. ഞാനൊരു കാർബൺ, ഇതേപോലുള്ള കാർബൺ മറ്റേ ഭാഗത്തുണ്ട്. അപ്പൊ ഞങ്ങൾ പിടിച്ചിട്ടുള്ള 2 കൈ ഒരു കൈ വിട്ടു. അപ്പൊ ഞങ്ങൾക്ക് ഓരോ കൈ ഫ്രീ ആയില്ലേ? ഇതാ ആ കൈ, ഓരോ കൈ ഫ്രീ ആയി. അവിടേക്ക് ഒരു ഹൈഡ്രജൻ വന്നിട്ട് ഇവിടെ ആഡ് ചെയ്യപ്പെട്ടു, മറ്റേ ഹൈഡ്രജൻ ഇവിടെ വന്നിട്ട് ആഡ് ചെയ്യും. അപ്പൊ ഇതെന്താകും? ഇവിടെ ഒരു ഹൈഡ്രജൻ വരുന്നു. അപ്പൊ എന്തായി? CH3. അവിടെ ഡബിൾ ബോണ്ട് ഉണ്ടോ? ഇല്ല, സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. സിംഗിൾ ബോണ്ട് മാത്രമുള്ള കോമ്പൗണ്ടുകൾക്ക് പറയുന്ന പേരാണ് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. ഇങ്ങനെ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടുകളിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്തിട്ട് അതിനെ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആക്കി മാറ്റുന്ന പ്രോസസ്സിന്റെ പേരാണ് ഹൈഡ്രോജിനേഷൻ. That means addition of hydrogen across the multiple bond. And this reaction takes place only in the presence of catalyst like നിക്കൽ ഇല്ല എങ്കിൽ കുഴപ്പമില്ല. നിക്കൽ, പ്ലാറ്റിനം, പലേഡിയം ഇതിൽ ആരെങ്കിലും ഒരാൾ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് ഹൈഡ്രോജിനേഷൻ. എന്താണ്? അഡീഷൻ ഓഫ് ഹൈഡ്രജൻ
across an unsaturated compound and the conversion of that unsaturated compound into saturated compound. ഒരു എക്സാമ്പിൾ ആണ് മക്കളെ ഞാൻ ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു എന്താ പറയുക വ്യാവസായികമായിട്ടുള്ള ഒരു ഉപയോഗം കൂടി ഞാൻ പറയട്ടെ എൻ്റെ മക്കളെ. എന്താണെന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ഗ്രൗണ്ട് നട്ട് ഓയിൽ, നിലക്കടല എണ്ണ, സോയാബീൻ ഓയിൽ, സോയാബീൻ ഓയിൽ, കോട്ടൺ സീഡ് ഓയിൽ, പരുത്തിക്കുരി എണ്ണ, കോട്ടൺ സീഡ് ഓയിൽ, ഇതൊക്കെ എന്തിനറിയാവും? ഇതെല്ലാം അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓയിൽസ് ആണ്, അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിൽസ് ആണ്. ഇതെല്ലാം ഇതിനെല്ലാം കെമിക്കൽ ഫോർമുല എല്ലാം പിന്നെ പഠിക്കുന്നുണ്ട് കേട്ടോ. അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിൽസ് ആണ് ഇത്, വെജിറ്റബിൾ ഓയിൽസ്. ഈ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിൽസിനെ കൂടിയിട്ട് ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്താൽ ഇതെന്താണെന്ന് അറിയോ? അൺസാച്ചുറേറ്റഡ് ആണ്, മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ട് എന്ന് ഓൾറെഡി മനസ്സിലായി. അതിലെ കൂടി ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ബോണ്ട് എല്ലാം ബ്രേക്ക് ചെയ്തിട്ട് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും, ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെടും. അങ്ങനെ നമുക്ക് സോളിഡ് ആയിട്ടുള്ള ഫാറ്റ് കിട്ടും. ഇതിന്റെ ഫലമായിട്ട് സോളിഡ് ആയിട്ടുള്ള ഒരു ഫാറ്റ് കിട്ടും, സോളിഡ് ഫാറ്റ്. ദാറ്റ് മീൻസ് ഓയിൽ ഈസ് കൺവേർട്ടഡ് ഇൻടു ഫാറ്റ്. ഈ ഫാറ്റിന്റെ പേരാണ് ഹൈഡ്രോജിനേറ്റഡ് ഫാറ്റ്. ഹൈഡ്രജൻ ആഡ് ചെയ്ത ശേഷം കിട്ടുന്ന ഹൈഡ്രോജിനേറ്റഡ് ഫാറ്റ്, ഹൈഡ്രോജിനേറ്റഡ് ഫാറ്റ്. ഇങ്ങനെ ഹൈഡ്രോജിനേറ്റഡ് ഫാറ്റ് ഉണ്ടാക്കുന്ന ഈ പ്രോസസ്സിന്റെ പേരാണ് ഹൈഡ്രോജിനേഷൻ ഓഫ് ഓയിൽ. ഹൈഡ്രോജിനേഷൻ. അപ്പൊ ഓയിലിനെ ഹൈഡ്രോജിനേഷന് വിധേയമാക്കിയാൽ, അതായത് ഹൈഡ്രജൻ അതിലെ കൂടി പാസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ബോണ്ടിനെ ക്രോസ് ഹൈഡ്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സോളിഡ് ഫാറ്റ് ആണ് ഹൈഡ്രോജിനേറ്റഡ് ഫാറ്റ്. ആ ഹൈഡ്രോജിനേറ്റഡ് ഫാറ്റിന് എക്സാമ്പിൾ ആണ് നമ്മുടെ വനസ്പതി, ഡാൽഡ. കേട്ടിട്ടുണ്ടല്ലോ, കേട്ടില്ലേ? വനസ്പതി, ഡാൽഡ എക്സെട്ര. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഹൈഡ്രജന്റെ കെമിക്കൽ റിയാക്ഷൻസിൽ പഠിക്കാനുള്ളത്. റിയാക്ഷൻ വിത്ത് മെറ്റൽസ്, റിയാക്ഷൻ വിത്ത് നോൺ മെറ്റൽസ്, റിയാക്ഷൻ വിത്ത് മെറ്റാലിക് ഓക്സൈഡ്സ്, റിയാക്ഷൻ വിത്ത് വാട്ടർ ഗ്യാസ്, റിയാക്ഷൻ വിത്ത് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. ഓക്കെ.